സ്കൂളുകളിലെ സമയമാറ്റം സംബന്ധിച്ച വലിയ പ്രതിഷേധമൊക്കെ ഉയർന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ സമയമാറ്റം നടപ്പിലാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് സമസ്ത. ഇന്ന് കോഴിക്കോട് ടൗൺ ഹാളിൽ സമര പ്രഖ്യാപന കൺവെൻഷൻ ചേരും. സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. രേഖാമൂലം സർക്കാരിനെ കാര്യങ്ങൾ അറിയിച്ചിട്ടും വിഷയം പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത് എന്നാണ് സമസ്തയുടെ നിലപാട്. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ സ്കൂളുകളിലെ സമയമാറ്റത്തിനെതിരെ സമസ്ത തന്നെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയാണ്. സമരപ്രഖ്യാപന കൺവെൻഷനാണ് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. ആരൊക്കെയാണ് ഈ കൺവെൻഷനിൽ അണിനിരക്കുന്നത്? എന്താണ് പ്രധാനമായും ഈ സർക്കാർ തീരുമാനത്തിനെതിരെ സമസ്ത ചൂണ്ടിക്കാട്ടുന്നത്? ദിവ്യ, ഗുഡ് മോർണിംഗ്. സ്കൂൾ സമയമാറ്റ പ്രഖ്യാപനത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനാണ് ഇന്ന് സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തുന്നത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം സമസ്ത അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതിയും കൊടുത്തിരുന്നു. ജെഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത പ്രസിഡന്റ് തന്നെ നേരിട്ട് ഇതിൽ തങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ ഇരിക്കുന്ന വേദിയിൽ വെച്ച് പറയുകയും അതേ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിലൊന്നും അനുഭാവപൂർവമായ ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നതാണ് സമസ്തയുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിലേക്ക് സമസ്ത പോകുന്നത്. സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനാണ് ഇന്ന് 10 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ഒരു സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തുന്നത്. ഈ കൺവെൻഷനിൽ വെച്ച് എന്തായിരിക്കണം ഈ വിഷയത്തിലെ ഭാവി പരിപാടികൾ എന്നുള്ളത്, ഭാവി പ്രത്യക്ഷ സമര പരിപാടികൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് ഈ സമര പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് KT ഹംസ മുസ്ലിയാർ, MT അബ്ദുള്ള മുസ്ലിയാർ, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സ്കൂൾ സമയമാറ്റം എന്നുള്ളത് അത് മദ്രസ വിദ്യാഭ്യാസത്തെ കാര്യമായി ബാധിക്കും എന്നുള്ളതാണ് സമസ്ത ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. രാവിലെ 9:45, അതായത് 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകിട്ടും അധികമായി സ്കൂൾ സമയത്തിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചത്. അതായത് 10 മണിക്ക് തുടങ്ങുന്ന സ്കൂളുകൾ അത് 9:45 തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അത് മദ്രസ വിദ്യാഭ്യാസത്തെ കാര്യമായി ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് 11,000-ലേറെ മദ്രസകൾ കേരളത്തിലുണ്ട്. സമസ്തയുടെ കീഴിൽ മാത്രം 12 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ മദ്രസകളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ മദ്രസ വിദ്യാഭ്യാസത്തെ കാര്യമായി ബാധിക്കുന്ന തീരുമാനമാണ് ഇത്. അത് മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കാത്ത വിധത്തിൽ വേണം ആ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് സമസ്തയുടെ നിലപാട്. അതുമായി ബന്ധപ്പെട്ട് മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കാത്ത വിധം ഈ സമയക്രമീകരണം നടത്തണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതിന് അനുകൂലമായ ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉന്നയിക്കുന്നതിൽ അനുഭാവപൂർവമായ സമീപനമില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ നീങ്ങുകയാണ് സമസ്ത. മറ്റൊരു കാര്യം കൂടി പ്രത്യേകമായി കാണേണ്ടതുണ്ട്. സമസ്ത സാധാരണഗതിയിൽ സർക്കാരിനെതിരെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് പോയത്, നമ്മുടെ അവസാനത്തെ ഓർമ്മ ശരിയാണെങ്കിൽ അത് വഖഫ് നിയമനം അത് PSCക്ക് വിടാനുള്ള തീരുമാനത്തിനെതിരെയായിരുന്നു അവസാനമായി സമസ്ത ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് സർക്കാരിനെതിരെ നീങ്ങിയത്. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സമസ്ത സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമായി കാണണം. ദിവ്യ, യെസ് അതാണ് ഷംസി പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് സമസ്ത കടക്കുമ്പോൾ ഇനി സർക്കാരിന്റെ നീക്കങ്ങൾ എന്താകും എന്നതാണ്. ഒരു ചർച്ചയ്ക്ക് സർക്കാർ ഒരുങ്ങുമോ അതോ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ എന്നതാണ്. എന്തായാലും സ്കൂൾ സമയം ഒരു 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകിട്ടും വർദ്ധിപ്പിച്ചതിനെതിരെയാണ് ഇപ്പോൾ ഈ ഒരു സമരപ്രഖ്യാപന കൺവെൻഷൻ ഇന്ന് കോഴിക്കോട് വെച്ച് നടക്കാൻ പോകുന്നത്. മദ്രസ പഠനത്തെ കാര്യമായി തന്നെ ഈ സ്കൂൾ സമയമാറ്റം ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയ്ക്ക് എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷമാകണമായിരുന്നു ഒരു തീരുമാനം. അതുകൊണ്ട് ഈ എതിർപ്പ് കൂടി പരിഗണിക്കണം എന്നാണ് സമസ്ത മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം.